ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ദ്രജിത്ത് നായകനായി എത്തിയ ധീരം എന്ന ഒരു മലയാള സിനിമയുണ്ട്. ആ സിനിമ കാണാൻ പോയ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. അതൊരു സംഭവമെന്നല്ല, കണ്ടതിന് ശേഷമാണ് സംഭവമായിട്ട് തോന്നിയത്. അതുവരെ നല്ലൊരു പടമായിരിക്കും എന്ന് കരുതിയാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് ഒരു തിയേറ്ററിൽ 2 സ്ക്രീനാണ്. ഒന്നിലൊരു പടം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല തിരക്കുള്ള പടമായിരുന്നു. സെക്കൻഡ് സ്ക്രീനിലായിരുന്നു ഈ ധീരം എന്ന സിനിമ ഓടുന്നത്. അവിടെ പോയപ്പോഴേക്ക് തന്നെ അവിടെ ഈ സിനിമ കാണാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അധികമെന്നില്ല, ആൾക്കാരില്ലായിരുന്നു. ചോദിച്ചപ്പോൾ ഇല്ല, ഇപ്പോൾ ടിക്കറ്റിന് വേറെ ആരും വന്നിട്ടില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു 10 പേരിനകത്തെത്തിയാൽ സിനിമ ഓട്ടിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പോയതല്ലേ എന്ന് വെച്ച് അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ആരും വരത്തില്ല എന്നാ തോന്നിയത്. പക്ഷേ അടുത്ത തിയേറ്ററിൽ നിന്നും അവിടെ ഹൗസ്ഫുള്ളായപ്പോഴേക്കും ഒരു 4-5 പേര് ഈ സിനിമ കാണാനായിട്ടെത്തി. പക്ഷേ ഈ സിനിമ കാണാനുള്ള തയ്യാറെടുപ്പോടെയല്ല അവർ വന്നത്. അവിടെ ടിക്കറ്റ് കിട്ടാതായപ്പോൾ ഇങ്ങോട്ട് കയറി എന്നേ ഉള്ളൂ. അതും അവരുടെ ഒരു ദുർവിധി, അല്ലാതെ എന്തു പറയാം. തിയേറ്ററിൽ ഈ പറഞ്ഞതുപോലെ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ 12 പേരുണ്ട് സിനിമ കാണാൻ. അപ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന് ഇനി പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നും ഞാൻ പറയാം. അത് എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഞാനിത് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ അത് ഫീൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. എങ്കിലും ഇത് ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ തിയേറ്ററിൽ കയറി സിനിമ തുടങ്ങി. സിനിമ തുടക്കത്തിലൊക്കെ ഒരു നല്ല ത്രില്ലിംഗ് സിനിമയായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ തന്നെ ഇരുന്ന് കാണുകയും ചെയ്തു. പോകെ ആ സിനിമ വല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവിടെ ഇരുന്ന് കാണണോ വേണ്ടയോ, അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് സിനിമയുടെ ഒഴുക്കെന്ന് പറഞ്ഞാൽ അതിലെ സീനാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ചെറിയൊരു സംഭവം പറയാൻ ആ സംഭവത്തെ അങ്ങ് അറ്റം പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് മോശപ്പെട്ടൊരു സംഭവമായിരുന്നു അത്. ഒരു ചെറിയ ഒരു സംഭവം, റേപ്പ് സീൻ പറയുന്ന ഒരു സംഭവമാണ് അത്. ആ സിനിമയിൽ ഒരു 25 പ്രാവശ്യം 25 സ്ഥലത്തായിട്ടൊക്കെ ആ സീനിനെ കുറിച്ച് പറയുകയില്ല, കാണിക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ സീന് കാണിക്കേണ്ട ഏതൊരു ആവശ്യവും അവിടെ വരുന്നില്ല. അത്രയ്ക്കും വൾഗറായിട്ടുള്ളൊരു സീനാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ എന്ന നടൻ ഇതിനകത്ത് പെട്ടുപോയതാണോ പെടുത്തിയതാണോ, അദ്ദേഹം ഇതൊന്നും കൃത്യമായിട്ടും അതിൻ്റെ കഥയും കാര്യങ്ങളും മനസ്സിലാക്കി ഇല്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കഥ മനസ്സിലാക്കിയെങ്കിലും അല്ലെങ്കിൽ ഇത് പെട്ടുപോയതായിരിക്കാം. ചെറിയ രീതിയിൽ പറഞ്ഞുപോയി. വിഷ്വൽസൊക്കെ എടുത്തപ്പോൾ ഇത് അത്രത്തോളം ഒരു മോശപ്പെട്ട വൾഗറായിട്ടുള്ള വിഷ്വൽസാണ് ഷൂട്ട് ചെയ്തത്. അത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ പെടുത്തി എന്ന് പറയേണ്ടി വരും. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പെടുത്തി എന്ന് പറയേണ്ടി വരും. ആ സീനൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ സിനിമ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. അതുണ്ടെങ്കിലേ ഈ സിനിമയാകൂ എന്ന് ഇതിൻ്റെ ഡയറക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. അദ്ദേഹത്തിന് കഥാപരമായി ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. അതൊന്നുമല്ല ഈ സിനിമയുടെ കാതൽ. അത് ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഈ സിനിമയുടെ കഥ കടന്നു പോകാനുള്ള ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ആ ഭാഗം ചെറിയ രീതിയിൽ പറഞ്ഞു പോയാൽ മതി. അതിനകത്ത് സീന് വന്നിട്ട് ഒരു പെൺകുട്ടിയെ പിടിച്ച് ഉപദ്രവിക്കുന്ന സീനുണ്ട്. ആ കയ്യും കാലുമൊക്കെ ഒടിക്കുന്ന അത്രയും സീന് മതി ഇതിനകത്ത്. അതിനപ്പുറം കാണിച്ചതാണ് ഏറ്റവും വലിയ വൾഗർ. അത്രയും സീന് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊരു ഫീല് വരും, അത്രയും ഉപദ്രവിക്കുന്നുണ്ടല്ലോ എന്ന്. അതിനപ്പുറം കാണിക്കാതിരുന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അത് ഡയറക്ടറുടെ അല്ലെങ്കിൽ ഈ ടീം ചെയ്തവരുടെ ഒരു മണ്ടത്തരമായി പോയി എന്ന് പറയേണ്ടി വരും. ടോട്ടലി മണ്ടത്തരമായി പോയി. അത് കാണിച്ചിട്ട് 15-20 സ്ഥലത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് ചെറിയ ഭാഗമാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും അത് മണ്ടത്തരമല്ല, കഴിവുകേടെന്ന് പറയേണ്ടി വരും. ഈ സിനിമ ചെയ്യാൻ അറിഞ്ഞൂടാത്തവൻ്റെ കഴിവുകേട് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഒരു സിനിമ കണ്ടു എന്നതിൻ്റെ
അമർഷം കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ, നല്ലൊരു സിനിമ ആണിത്, ആക്ച്വലി നല്ല സിനിമയാണ്, പക്ഷേ അത്രയും ഭാഗമാണ് ഇതിനകത്ത് വൃത്തികേടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞ് ഈ സിനിമ പരാജയപ്പെടാൻ ഇന്ദ്രജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്തു എന്നുള്ളതുകൊണ്ട് ഉള്ള അമർഷമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തെ ഇതിലെ ചതിയിലൂടെ പെടുത്തി എന്ന് പറയുന്ന പോലെ പറയേണ്ടി വരും. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാകില്ല, ഇപ്പോൾ കണ്ടപ്പോഴായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാക്കുക. ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒരു ഏപ്പടം സിനിമയിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ അഭിനയിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പെടുത്തി എന്നുള്ള നിലയിലേക്കാണ് എനിക്കിതിനെ കാണാൻ പറ്റുന്നത്. അത്രയും മോശപ്പെട്ട കുറേ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഈ തലമുറയുടെ ഇടയിൽ ഇങ്ങനെയുള്ള സിനിമകൾ വലിച്ചിടുന്നത് പ്രായോഗികമല്ല എന്ന് ചിന്തിക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യം. എന്തിനാ വെറുതെ ഒരു സിനിമ ചെയ്താൽ പോരെ? നല്ല സിനിമ ആയിരുന്നു ഇത്. കുറേ സംഭവങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതിൻ്റെ അഭിപ്രായം പറയാം. എൻ്റേതായ ഒരു കാര്യം ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.